നടൻ വടിവേലു അന്തരിച്ച നടനും രാഷ്ട്രീയ നേതാവുമായ വിജയകാന്തും തമ്മിലുള്ള പ്രശ്നത്തെക്കുറിച്ച് സംസാരിച്ച സംവിധായകൻ ആലപ്പി അഷ്റഫ് വടിവേലുവിനെ കരിയറിൽ ഉയരത്തിലെത്തിച്ചത് വിജയകാന്താണെന്നും എന്നാൽ പിന്നീട് വടിവേലുവിന് ഇദ്ദേഹം ശത്രുവായി മാറിയെന്നും ആലപ്പി അഷ്റഫ് തൻ്റെ യൂട്യൂബ് ചാനലിൽ പറഞ്ഞു. വടിവേലുവും വിജയകാന്തും തമ്മിൽ പിണക്കമുണ്ടായി. തനിക്കെതിരെ പല കമൻറ്റുകളും വടിവേലു പറഞ്ഞതായി വിജയകാന്തിൻ്റെ ചെവിയിലെത്തി. വടിവേലുവിൻ്റെ കമൻറ്റുകൾ വിജയകാന്ത് ആരാധകരെയും ചൊടിപ്പിച്ചിരുന്നു. അവർ ഒരു കാർ പാർക്കിംഗ് പേരിൽ വടിവേലുവിനെ കയ്യേറ്റം ചെയ്തു. വിജയകാന്തിൻ്റെ വീടിന് മുന്നിൽ വടിവേലു തൻ്റെ കാർ മനഃപൂർവ്വം പാർക്ക് ചെയ്തു എന്നായിരുന്നു ആരോപണം. തല്ലിക്കൊണ്ട വടിവേലു പക വീട്ടാൻ കാത്തിരുന്നു. ഏതാണ്ട് അതേ കാലഘട്ടത്തിൽ തന്നെ വിജയകാന്ത് തൻ്റെ ഉറ്റ സുഹൃത്തായ ഇബ്രാഹിം റാവുത്തറുമായി പിണങ്ങിപ്പിരിഞ്ഞു. വടിവേലുവിനെയും ഇബ്രാഹിം റാവുത്തറിനെയും ഉന്നത്തിലെത്തിക്കാൻ വളരെയധികം പരിശ്രമിച്ച ആളായിരുന്നു വിജയകാന്ത്. ഈ കാലഘട്ടത്തിൽ തൻ്റെ പാർട്ടിയിലേക്ക് ഭാര്യ സഹോദരൻ കടന്നു വന്നത് പാർട്ടിയിലെ മറ്റ് നേതാക്കൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കി. വിജയകാന്തിന് ഈ സമയമുണ്ടായ മാനസിക സംഘർഷം അദ്ദേഹത്തെ മദ്യപാന ശീലത്തിലേക്ക് എത്തിച്ചു എന്നും പറയപ്പെടുന്നു. ഇലക്ഷൻ കാലത്ത് വടിവേലു വിജയകാന്തിനെതിരെ ഉന്നയിച്ച കടുത്ത ആക്ഷേപം അദ്ദേഹത്തിൻ്റെ മദ്യപാനമാണ്. ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ കിടക്കുന്ന കപ്പലിനെ നയിക്കുന്ന ആളാണ്. എന്നാൽ നമ്മുടെ ക്യാപ്റ്റൻ കപ്പലിലല്ലാതെ ഫുൾ ടൈം വെള്ളത്തിലാണെന്ന് വടിവേലു പല വേദികളിലും പറഞ്ഞു. ജനം ഇത് കേട്ട് ചിരിച്ചപ്പോൾ ഈ അതിശയം വിജയകാന്തിൻ്റെ ആരാധകരിൽ വളരെയധികം വേദന ഉണ്ടാക്കി. വിജയകാന്തിൻ്റെ ആദ്യകാല ചിത്രങ്ങളിൽ അദ്ദേഹത്തിന് കൂടെ പിടിച്ച് പിന്നാലെ നടന്നിരുന്ന ആളായിരുന്നു വടിവേലു. അദ്ദേഹത്തിന് പ്രതിഫലമായി ലഭിച്ചിരുന്നത് ഒരു ദിവസത്തേക്ക് 250 രൂപയായിരുന്നു. തന്നെ വടിവേലു അധിക്ഷേപിച്ചതിനെക്കുറിച്ച് വിജയകാന്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, എന്നെ എതിർക്കുന്നത് കൊണ്ട് അയാൾക്ക് പണവും പദവും ഒക്കെ കിട്ടുമെങ്കിൽ ഒരു സുഹൃത്തായി ഞാൻ അതൊക്കെ മനസ്സിലാക്കേണ്ടതല്ലേ. 2023 വിജയകാന്ത് മരിച്ചപ്പോൾ വടിവേലു കാണാൻ പോലും വന്നില്ലെന്നും ആലപ്പി അഷ്റഫ് ചൂണ്ടിക്കാട്ടി. കോമഡി റോഡുകളുടെ തമിഴകത്ത് വൻ ജനപ്രീതി നേടിയ നടനാണ് വടിവേലു. ഒരു കാലത്ത് സൂപ്പർ താരങ്ങളുടെ സിനിമകളിൽ പോലും വടിവേലുവിൻ്റെ ഡേറ്റിനായി കാത്തിരുന്നു. താരങ്ങളുടെ സിനിമകളിൽ സ്ഥിരം സാന്നിധ്യമായിരുന്നു വടിവേലു. എന്നാൽ ഒരു ഘട്ടത്തിൽ വിവാദങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വടിവേലിനെതിരെ വന്നു. കമ്മിറ്റ് ചെയ്ത സിനിമകളുമായി സഹകരിക്കുന്നില്ലെന്ന് നിർമ്മാതാക്കളുടെ പരാതി വന്നു. 2017 മുതൽ 2020 വരെ വടിവേലുവിന് തമിഴ് പ്രൊഡ്യൂസർ അസോസിയേഷൻ വിലക്കി. സിനിമാ രംഗത്തെ തൻ്റെ വളർച്ച തടയാനുള്ള ചിലരുടെ നീക്കമാണ് വിലക്കിന് പിന്നിലെന്ന് വടിവേലു അന്ന് പറഞ്ഞിരുന്നു. സഹപ്രവർത്തകരിൽ പലരുമായി വടിവേലുവിന് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇത് വടിവേലുവിനെ തേടി വ്യത്യസ്തമായ സിനിമകൾ വരുന്നുണ്ട്. സീരീസ് റോളുകൾ വടിവേലു കയ്യടി നേടുന്നു. 2023 പുറത്തിറങ്ങിയ മാമൻ ആണ് വടിവേലുവിൻ്റെ തിരിച്ചുവരവിലെ ഏറ്റവും ശ്രദ്ധേയമായ സിനിമ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.